മലയാള സിനിമയിൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ള സിനിമകളെപ്പറ്റി സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ വളരെ വിരളമായി മാത്രമേ പുരുഷവിരുദ്ധ സിനിമകളെ പറ്റി സംസാരിക്കാറുള്ളൂ. അത്തരത്തിലൊരു സിനിമയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. മിന്നാരം. മോഹൻലാലിൻ്റെ ബോബി എന്ന കഥാപാത്രത്തെ ശോഭനയുടെ നീന എന്ന കഥാപാത്രം ടോർച്ചർ ചെയ്യല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് നിങ്ങളെ എട്ടേച്ച് പോയ എക്സ് ഗേൾഫ്രണ്ട് ഒരു കുട്ടിയുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് വീട്ടുകാരുടെ എല്ലാം മുന്നിൽ വെച്ച് പറയുന്നു, ഇത് നിങ്ങളുടെ കുട്ടിയാണെന്ന്. ഇതെന്റെ കുഞ്ഞാണോ? അല്ല, പിന്നെ ബോബിയുടേതല്ല. പക്ഷേ എന്റെ രക്ഷയ്ക്ക് ഈ കുഞ്ഞിനൊരു അച്ഛനുണ്ടായേ പറ്റൂ. എല്ലാവരുടെയും മുന്നിലും തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ബോബി ശ്രമിക്കുന്നത് നമുക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നതെങ്കിലും ആലോചിച്ച് നോക്കിയാൽ ഒരു മനുഷ്യൻ നട്ടം തിരിയുന്ന സന്ദർഭമാണിത്. എവനാണ് ഫ്രോഡ്? സത്യം ഞാൻ പറയാം. ഞാൻ നീനെ ഒരു കാലം ഏൽപ്പിച്ചാണ് കാത്തിരുന്നത്. എവര് തമ്മിൽ പ്രേമമായിരുന്നു. എവർ ഗർഭിണിയായപ്പോൾ അത് കളക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് എന്നെയാണ് അവൻ അയച്ചത്. പോടാ പുല്ലേ. ഇതിൻ്റെ പേരിൽ ബോബിയുടെ വിവാഹം മുടങ്ങുന്നു. വീട്ടുകാർ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുന്നു. മനുഷ്യനായ നാണവും മാനവും വേണം. എന്റെ കാശും കടം വാങ്ങി നക്കിയിട്ട് എന്റെ മോളെ ഭാര്യയും കൊച്ചുമുള്ള ഒരുത്തന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയവനാണ് ഈ റാസ്കൽ. പിന്നീട് നീന അസുഖം വന്ന് മരിച്ചുപോയ കാരണം കൊണ്ട് മാത്രമാണ് അവരോട് വല്ല ദേഷ്യവും ഒന്നും തോന്നാത്തത്. ഇല്ലെങ്കിൽ ശരിക്കും ശുദ്ധ തെമ്മാടിത്തരമല്ലേ ഇവർ ചെയ്യുന്നത്? ഇതൊക്കെ സിനിമയായിട്ട് മാത്രം കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് മതി, അങ്ങനെ തന്നെ കണ്ടാൽ മതി. മലയാള സിനിമയിൽ ഇങ്ങനെയും ചില ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് പുരുഷവിരുദ്ധ സിനിമകൾ ബാക്കിയുണ്ട്. ഒരു സീരിയസ് ആയി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലിടുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച പുരുഷവിരുദ്ധ സിനിമകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാം.